Co-presented by Berger Paints, 100 Years of Trust, and ICL FinCorp. ICL FinCorp, the intelligent choice. Co-powered by Chungat Jewellery. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. നമസ്കാരം. ന്യൂസ് 18 ഗോദയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയാണ് ന്യൂസ് 18 ഗോദ കടന്നുവരുന്നത്. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ, നേരിട്ട് മുന്നണികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയുടെ മണ്ണിലേക്കാണ് ന്യൂസ് 18 ഗോദ എത്തുന്നത്. ഇവിടെ കഴിഞ്ഞ തവണയടക്കം ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ 3 മുന്നണികളും വിജയപ്രതീക്ഷ വെക്കുന്ന മണ്ഡലം കൂടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന 3 പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രതിനിധികൾക്കും പങ്കെടുക്കുന്ന മുഴുവൻ പാർട്ടി പ്രതിനിധികൾക്കും ജനങ്ങൾക്കും സ്വാഗതം. കൗമാര ദശയിലുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. 3 തവണ ഇവിടെ MP ആയത് ഒരേ ഒരാൾ തന്നെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ജില്ല രൂപീകൃതമായതിനു ശേഷം. അദ്ദേഹം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇത്തവണയും മത്സരിക്കുന്നു. ഒപ്പം പത്തനംതിട്ടയുടെ ഒരുപാട് ചരിത്രങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക് ഈ മണ്ഡലത്തിന് പറയാനുണ്ട് താനും. കോൺഗ്രസിനേറെ സ്വാധീനമുള്ള ജില്ലയാണ് എന്ന് പറയുമ്പോഴും അതിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഇടതുപക്ഷം ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ജില്ല എന്നുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഇവിടെ മത്സരം കടുകട്ടിയാകുമ്പോൾ, സ്ഥാനാർത്ഥികൾ 3 പേരും മികച്ചതാകുമ്പോൾ വിജയം അത് ഓരോരുത്തർക്കും ഈ പ്രവചനാതീതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ശബരിമല പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞ തവണ ഒരുപാട് ചർച്ചയായ ജില്ലയാണ്. അങ്ങനെയാണ് BJPയുടെ A ക്ലാസ് മണ്ഡലമായി പത്തനംതിട്ട വരികയും കൂടുതൽ വോട്ടുകൾ നേടുകയും ഒക്കെ ചെയ്തത്. ഇത്തവണ അത്തരത്തിൽ എന്താണ് ഒരു ട്രെൻഡ് എന്ന തരത്തിൽ കാര്യങ്ങളില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥികൾക്ക് വ്യക്തമായി തന്നെ നയങ്ങളുണ്ട്. തങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ ജില്ലയിലെ മത്സരം കടുകട്ടിയാകുമ്പോൾ ന്യൂസ് 18 ഗോദ പ്രേക്ഷകർക്കായി ഇന്ന് പത്തനംതിട്ടയിലുണ്ട്. ഞങ്ങൾക്ക് തൊട്ടുമുന്നിലുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വോട്ടർമാരാണ്. അവർ ഈ പാർട്ടി പ്രതിനിധികളുടെ ചോദ്യങ്ങൾ ചോദിക്കും, മറുപടി പറയും. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും അടക്കം ചർച്ചയാകും. സ്ഥാനാർത്ഥികളുടെ മികവും ഇതിന്റെ ഭാഗമായി തന്നെ ചർച്ചയാക്കേണ്ടതുണ്ട്. UDFന്റെ പ്രതിനിധിയായി APCCയുടെ വക്താവ് വസന്ത് തെങ്ങുംപള്ളിയാണ്. സ്വാഗതം. ശ്രീ R സനൽകുമാർ, അദ്ദേഹം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം വിശിഷ്ടാതിഥിയായി LDFന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അയിരൂർ പ്രദീപാണ് NDAയുടെ പ്രതിനിധി. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ MP സ്ഥാനം കഴിഞ്ഞ തവണ ആരാണ് ജയിച്ചത് ആ പാർട്ടിയുടെ പ്രതിനിധിക്കാണ് ആദ്യമായി നമ്മൾ അവസരം കൊടുക്കുക. ഇന്നലെ ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ LDFന്റെ അവസരമായിരുന്നു ആദ്യം. ഇന്ന് പത്തനംതിട്ടയിൽ നമുക്കറിയാം ആന്റോ ആന്റണിയാണ് ഇവിടുത്തെ ജനപ്രതിനിധി. വസന്ത് തെങ്ങുംപള്ളിയാണ് ആന്റോ ആന്റണിയെ പ്രതികരിച്ച്, ഈ സ്ഥാനാർത്ഥിയെ പ്രതികരിച്ച് ചർച്ചയുടെ ഭാഗമാകുന്ന വസന്തിന്റെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ പ്രസക്തി എന്നതിനെക്കുറിച്ച് ഒരു 3 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ആദ്യം ദേശീയ രാഷ്ട്രീയം. എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് സ്വാഭാവികമായും പത്തനംതിട്ടയുടെ വിഷയം കൂടുതൽ താല്പര്യം കാണും. പക്ഷേ ദേശീയ രാഷ്ട്രീയമാണ്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആണ്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി അതിനുശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും പത്തനംതിട്ടയുടെ പ്രാദേശിക വിഷയങ്ങളിലേക്കും കടന്നു വരാം. ആദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ 3 മിനിറ്റ്. ഞാൻ ഇന്ന് നമ്മുടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ചാനലിൽ പങ്കെടുത്തത് വളരെ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഹവറിലുണ്ടായ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട 1800 കോടി രൂപയാണ് ഇൻകം ടാക്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പിഴ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളോട് പറഞ്ഞത് 2 മാസമായി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെന്നാ. BJP 3 മാസമായി റിട്ടേൺ ഫയൽ ചെയ്തിട്ട് 3 മാസമായി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള BJPക്ക് പിഴയില്ല. ഞങ്ങളോട് 1800 കോടി രൂപ അടയ്ക്കാൻ പറയുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ മുഴുവൻ ഫിനാൻഷ്യൽ സോഴ്സുകളെ മുഴുവൻ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായി, സാമ്പത്തികമായി, നിയമപരമായി ഒക്കെ പ്രതിപക്ഷ സംഘടനകളെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. സ്വാഭാവികമായും അത് അടിയന്തരാവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കയ്യിൽ പണമില്ലാതെ യാതൊരുവിധ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെങ്കിൽ പോലും, ഇലക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ പോലും അങ്ങേക്കറിയാലോ, PR ഏജൻസികളുടെ ഒരു അതിപ്രളയം ഇപ്പോൾ ഉണ്ട്. അവരെ കാണാതെ പോകാൻ പറ്റുമോ? കയ്യിൽ പണമില്ല പ്രതിപക്ഷ പാർട്ടികൾക്ക്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ED ഫയൽ ചെയ്ത കേസുകളിൽ അറസ്റ്റ് വേണ്ട എന്ന് ചോദിച്ചാൽ ഹിമന്ത് വിശ്വ ശർമ്മ, രാജ്യം മുഴുവൻ കേട്ട കേസാണ് ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടികളുടെ തട്ടിപ്പ്, 16,500 കോടി രൂപയുടെ തട്ടിപ്പ് എന്നാണ് അമിത്ഷാ എന്ന് പറഞ്ഞത്. പക്ഷേ ഹിമന്ത് വിശ്വ ശർമ്മ BJP ചേർന്നു, ED കേസ് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എത്രയോ പേർ അവരെല്ലാം BJPയിൽ ചേരുമ്പോൾ ED കേസ് ക്ലോസ് ചെയ്യാണ്. 122 കേസുകളാണ് 2 വർഷം ED ഫയൽ ചെയ്ത്. അതിൽ 115 കേസുകൾ
പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അതിൽ 80 എണ്ണം കോൺഗ്രസിനെതിരെയായിട്ട് മാത്രമുണ്ട്. ബാക്കി 6 കേസുകളിൽ ഒരെണ്ണം രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യയുടെ മകനെതിരായി. വസുന്ധര രാജെ സിന്ധ്യ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നു. അതിന്റെ പിറ്റേന്ന് മകൻ വ്യാസ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു. കേസ് വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള അവരുടെ ക്ലെയിം അവർ പിൻവലിക്കുന്നു. ED കേസ് കാണാനില്ല. അപ്പോൾ ഒരു വെളുപ്പീര് ഏജൻസിയായി കേന്ദ്ര ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെ ചെയ്യും. പക്ഷേ അത് ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, അതേസമയം ഇവിടെ ഏത് രീതിയിലാണ് CPM BJP എതിർക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. കൊടകര കുഴൽപ്പണ കേസ് എവിടെ പോയി നിൽക്കുന്നു? അയ്യന്തോൾ കേസ് എവിടെ പോയി നിൽക്കുന്നു? ED കേരളത്തിൽ ഫയൽ ചെയ്ത ലൈഫ് മിഷൻ അടക്കമുള്ള കേസുകളിൽ അവർ FIR ഇട്ടിട്ടില്ല. 2018 മാസപ്പടിയുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തതെന്ന് SFIO കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയോട് 3 തവണയാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിച്ചത്, SFIO അന്വേഷണമുണ്ടോ, ED അന്വേഷണമുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ്. അത് പത്തനംതിട്ടയിലെ അടക്കം കേരളത്തിലെ അടക്കം രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും. അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറും. ശരി. CPMന്റെ പ്രതി സനൽകുമാർ. ഈ തെരഞ്ഞെടുപ്പ് 2004 സമാനമായിട്ടുള്ളൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരിമ്പൻതോട്ടത്തിൽ ആന കയറിയതുപോലെ ഈ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ മതിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിച്ച ഏറ്റവും തെറ്റായ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് BJPക്ക് 10 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇടതുപക്ഷത്തെ നോക്കൂ. സമാനമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ അദ്വാനിയും വാജ്പേയിയും നിയന്ത്രിച്ച BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം അതിശക്തമായ ഒരു സമീപനം സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് 2004 കേരളത്തിൽ നിന്ന് 18 പേരും കോൺഗ്രസുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ MPമാർ ജയിച്ചു. 61 കോൺഗ്രസിന്റെ MPമാരെ തോൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ജയിച്ചു ചെന്നത്. അങ്ങനെ ജയിച്ചു ചെന്നപ്പോൾ സോണിയാഗാന്ധി ആദ്യം പോയത് ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന CPMന്റെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് തിരിച്ച് ജൻപതിൽ ചെന്നാണ് BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ പ്രഖ്യാപനം, കോൺഗ്രസിന്റെ ഏതൊരാളെയും പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള ഒരു ഉറപ്പ് അവർക്കന്ന് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കൂ. ഇവിടെ എന്റെ സ്നേഹിതന് അവസാനം ഒരു കൊച്ചു വർത്താനം കൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി BJP ഉയർത്തിയിട്ടുള്ള തെറ്റായ ജനദ്രോഹ നടപടികളിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കോൺഗ്രസ് ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ നോട്ട് നിരോധനത്തിന്റെ കാലം മുതൽ നമ്മൾ നോക്കൂ. ഏതെങ്കിലും ഒരു സമീപനം BJPയെ എതിർക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? മുത്തലാഖിന്റെ പ്രശ്നം വന്നു, പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ? പൌരത്വ നിയമ ഭേദഗതി വന്നു, പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ? ജമ്മു കാശ്മീരിന്റെ വിഭജനത്തിന്റെ പ്രശ്നം വന്നു, ഗുലാം നബി ആസാദിനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും തലതൊട്ടപ്പനായിരുന്ന ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി കരഞ്ഞുകൊണ്ട് രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അദ്ദേഹത്തെ അടക്കം വേദനിപ്പിച്ച പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ? ഏറ്റവും അവസാനം കർഷകരെ ദ്രോഹിക്കുന്ന ജനദ്രോഹ നടപടികൾ വന്നു. കോൺഗ്രസിന് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു സമരരംഗത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നോ? ഏറ്റവും അവസാനം എന്താണ്? ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിയ ബദൽ നയങ്ങളുടെ അവസാന രൂപമായി ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വന്ന ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേജ്രിവാളിനെ പോലും പിടിച്ച് BJP ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട്, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ മുഴുവൻ ഖനിച്ചുകൊണ്ട്, കേരളത്തിന് കിട്ടേണ്ട റേഷൻ വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ BJPക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾക്കെതിരായി നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ള ഇന്ത്യയിലെ നെഹ്റുവിനോടൊപ്പം പ്രവർത്തിച്ച ഉന്നതനായ മുഖ്യമന്ത്രിയായിരുന്ന നേതാവിനെ അടക്കം ഇരുത്തിക്കൊണ്ട് എല്ലാ കോൺഗ്രസിന്റെ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പോലും താല്പര്യമുണ്ടായിരുന്ന വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ നെറികെട്ട സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തിയ സമരം, ആ സമരം ഇന്ത്യയിൽ ഒരു ബദലായി മാറി. ആ സമരത്തിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള കേസ്, ആ കേസിൽ അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ആ കേസിൽ ഞങ്ങൾ ഉയർത്തിയ പ്രശ്നമാണ് ഇന്നൊരു ഭൂതത്തെ കുടത്തിൽ നിന്ന് ഇറക്കി വിട്ടതുപോലെ ചെന്നുകൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ റോബർട്ട് വധേര എന്ന് പറയുന്ന ഏജന്റിലേക്കാണ്. ആരാണ് BJPയും കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് EDയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടുകെട്ട് നടത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? എന്റെ സ്നേഹിത,
ഇടതുപക്ഷമാണ് ഇന്ത്യയിൽ BJP യെ മാറ്റി നിർത്താൻ പോകുന്നത്. ഈ പത്തനംതിട്ടയിലടക്കം 2004 ആവർത്തിച്ചുകൊണ്ട് തോമസ് ഐസക് വിജയിക്കാൻ പോവുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീ അയിരൂർ സനൽകുമാർ, എത്ര സീറ്റിൽ ഡയറക്റ്റ് മത്സരം ഉണ്ടോ എന്ന് ചോദിക്കണേ. എത്ര സീറ്റിൽ ഞങ്ങൾ ഇപ്രാവശ്യം മത്സരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവരുടെ ഉന്നമനത്തിനായി അവരെ സഹായിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറെ ജനപ്രിയകരമായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ആ നടപ്പാക്കിയ സർക്കാർ പദ്ധതികളെല്ലാം ഈ ഇവിടുത്തെ കോൺഗ്രസുകാരനും ഇടതുപക്ഷക്കാരനും അവഹേളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ഒരു പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് തന്നെ. 2017-18 കാലഘട്ടത്തിലെയും 2020-21 കാലഘട്ടത്തിലെയും ആദായ നികുതിയുടെ കണക്ക് കൊടുക്കാത്തതിന്റെ പേരിലാണ് 1823 കോടി രൂപ പിഴയടച്ചേക്കുന്നത്. കിട്ടിയ സംഭാവനയെ പറ്റിയോ അല്ലെങ്കിൽ അത് അവർ ചെലവഴിച്ചതിനെ പറ്റി ഒന്നും ഒരു കണക്കും കൊടുക്കാതെ കള്ളത്തരം കാണിച്ച് കോൺഗ്രസിന്റെ സ്ഥിരസ്വഭാവം, ആ സ്ഥിരസ്വഭാവത്തിന് പിഴയിട്ടപ്പോൾ പറയുകയാണ് ഇപ്പോഴും ഈ 2 മാസത്തെ കൊടുക്കാനുള്ളത്. എന്ത് പച്ചക്കളവ പറയുന്നത്? ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കാം. ഈ പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചിട്ട് 15 വർഷക്കാലമായി. ഈ 15 വർഷക്കാലവും ഇവിടുത്തെ MP ആരായിരുന്നു? ആന്റോ ആന്റണി ആയിരുന്നു. അന്ന് പിറന്നു വീണ ഒരു കുഞ്ഞ്, ഈ 15 വർഷക്കാലം മുമ്പ് പിറന്നു വീണ ഒരു കുഞ്ഞ് ഇന്ന് 15 വയസ്സായപ്പോൾ 10ാം ക്ലാസ് പാസ്സായി. അതിന്റെ തുടർ വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് MP എന്ന നിലയിൽ എന്ത് സംഭാവനയാണ് ഈ ആന്റോ ആന്റണി ചെയ്തത്? വലിയ സാമ്പത്തിക വിദഗ്ധൻ ഇവിടെ വരുന്ന പറഞ്ഞത് മസാല ബോണ്ടിലൂടെ കേരളത്തെ വലിയ കടക്കണിയിലാക്കിയ തോമസ് ഐസക മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ പറയാണ് ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന്. എന്ത് അഡ്ജസ്റ്റ്മെന്റാ? ഇതിന് തൊട്ടപ്പുറത്ത് ഈ ചുരം കഴിഞ്ഞ് അപ്പുറത്ത് പോയാൽ ഇതിന്റെ അതിർത്തി കഴിഞ്ഞാൽ CPM-കാരനും കോൺഗ്രസ്സുകാരും ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇവർ എന്തിന്റെ പേരിലാണ് പരസ്പരം തമ്മിലടിക്കുന്നത്? ഇവിടെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, NDA എന്ന് പറയുന്ന പ്രസ്ഥാനം മത്സരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്, വികസന നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, നടപ്പാക്കിയ വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നും തരാമെന്നല്ല നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരും തരാമെന്ന് പറയുമ്പോൾ തന്നു നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ 10ാം വർഷത്തിൽ NDA-യുടെ നേതാവായി ഈ ജനങ്ങളുടെ മുന്നിൽ ജനവിധി തരുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഏതായാലും 3 പ്രതിനിധികളും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. നമുക്കിനി മറുപടി പറയാനുണ്ടോ? വസന്ത് എന്തെങ്കിലും പറയാനുണ്ടോ? മറുപടി സനൽകുമാർ ഒന്ന്, എന്റെ ഇടതു പ്രതിനിധി പറഞ്ഞത് BJP-യെ എതിർക്കുന്നത് CPM ആണ് എന്നാണ്. എന്റെ ഒരേ ഒരു ചോദ്യം, ഇന്ത്യ മഹാരാജ്യത്തിൽ 540 സീറ്റുകളിൽ മത്സരം നടക്കുന്നിടത്ത് പോട്ടെ, ഇനി രാജ്യസഭാ സീറ്റുകളും കൂടെ കൂട്ടിക്കോളൂ, എവിടെയെങ്കിലും CPM വേഴ്സസ് BJP ഫൈറ്റ് ഉണ്ടോ? ഒരു സീറ്റ് CPM വേഴ്സസ് BJP ഫൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ട് കളഞ്ഞത് അച്ഛനായ കോൺഗ്രസ് നേതാവിനെ, BJP-ക്കെതിരായി CPM മത്സരിച്ച് 2ാം സ്ഥാനത്ത് 1313 BJP-യുടെ സ്ഥാനാർത്ഥി ഏജൻസി പണി ചെയ്ത കോൺഗ്രസിന് ആകെ പ്രതിപക്ഷത്തിന്റെ എണ്ണം പോലും കിട്ടാത്ത മത്സരമല്ല നടത്തുന്നത്. എന്തുകൊണ്ട് അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല? കേരളത്തിൽ വന്ന് എന്ത് സന്ദേശമാണ് ഇന്ത്യ മുന്നണിയുടെ പേരിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ വോട്ട് പിടിക്കുന്നത്? എവിടെയാണ് കോൺഗ്രസിന്റെ തലതൊട്ടപ്പന എന്ന് പറയുന്ന നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്? എന്റെ സ്നേഹിതനെന്ന് പറ. ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലല്ലോ. കൊച്ചുകുട്ടികളെ അടിച്ചു വിടുകയാണ് വർക്കിംഗ് കമ്മിറ്റി. നിങ്ങൾ മത്സരിച്ചേ പറ്റൂ. അയ്യോ ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെയും പെങ്ങളും കരയല്ലേ? എന്താ സ്ഥിതി? BJP-ക്കാരെ എവിടെ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കും. ഇവിടെ വന്ന് കോൺഗ്രസിന് എതിരായിട്ട് വോട്ട് പിടിക്കുന്നു. ഇവര് രണ്ടുപേരും കൂടെ പോയിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. എന്തൊരു ഗതികേടാ ഇത്? ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ പാർട്ടിയല്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കോൺഗ്രസുമായി മത്സരിച്ച് ജയിച്ചാൽ പോലും BJP-യെ മാറ്റി നിർത്തുക എന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഇവിടെ എന്താണ്
അമേഠിയിൽ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാതെ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കരുത്തുള്ള കേരളത്തിൽ വന്ന് ഞാൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വയനാട്ടിൽ പറയേണ്ട ഗതികേടിലല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? നിങ്ങളെന്താ ഒരുമിച്ച് മത്സരിക്കാതെ ഇവിടെ? നിങ്ങളെന്താ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിക്കാതെ ഇവിടെ? എന്താ മത്സരിക്കാതെ? അതിന് ഉത്തരം പറയണം. എന്തുകൊണ്ട് ഒരുമിച്ച് വരും ഇവിടെ മത്സരിക്കുന്നത്? അതിന് ഉത്തരം പറയണം. ഇവരിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇന്ത്യ മുന്നണി യോഗം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ വോട്ട് ഷെയർ കുറയാറുണ്ട്. 10 വർഷം മുമ്പ് ബംഗാളിൽ CPM-ന്റെ വോട്ട് ഷെയർ 28%. ഞങ്ങളുടെ നേതാക്കൾ പോയിട്ടുണ്ട്, വോട്ട് ഷെയർ പോയിട്ടില്ല. BJP നേരിട്ട് എതിർക്കുന്നു എന്ന് ഇവർ പറയുന്ന ബംഗാളിൽ പോലും നിങ്ങളുടെ വോട്ട് ഷെയർ 4-ൽ താഴെയാണ്. കേട്ടോ, ഒരു കാര്യം കൂടി, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പറയാനുണ്ടോ? കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് കേരളത്തിൽ ആദ്യമായി MLA പദവിയോടുകൂടി BJP പോയത്. നിങ്ങളുടെ നേതാവ് പിണറായി വിജയന്റെ മനസ്സാക്ഷി മകൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മകൻ മാത്രമല്ല, ലീഡറിന്റെ മകള് അൽഫോൻസ് കണ്ണന്താനം, AP അബ്ദുള്ള കുട്ടി, ഇങ്ങനെ തുടങ്ങിയ കൊള്ളാവുന്നവരെല്ലാം ഇപ്പൊ BJP-യിലാ. നിങ്ങൾക്കും വേണേ വരാം. കൊള്ളാവുന്നവർ BJP-യിൽ NDA-യിൽ വാ. കൊള്ളാവുന്നവർ BJP-യിൽ NDA-യിൽ വാ. കൊള്ളാവുന്നവരും കൊള്ളക്കാരും കൊള്ളക്കാരും കൊള്ളാവുന്നവർ മാത്രം. മാസപ്പടിവാദം ആരുടെയാ? മാസപ്പടിവാദം ആരുടേതാ? മാസപ്പടിവാദം BJP അല്ല. മാസപ്പടിവാദം BJP അല്ല. ആരിലേക്കാണ്? കോൺഗ്രസ്. താങ്കളുടെ പേര് പറഞ്ഞു. എന്റെ പേര് വിജയകുമാർ. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇന്ത്യ രാഷ്ട്രം മുതൽ കേരളത്തിന് പുറത്തേക്കുള്ള കാര്യം പറയുന്നു. ഈ പത്തനംതിട്ട മണ്ഡലത്തിലെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതായത് ദേശീയ രാഷ്ട്രീയം, എനിക്ക് ദേശീയ രാഷ്ട്രീയം പത്തനംതിട്ട പാർലമെന്റിലെ പ്രധാന വിഷയം, അതായത് സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. സുഹൃത്ത് കേക്ക്, ദേശീയമായിക്കോട്ടെ. എനിക്ക് ഇപ്പൊ ഈ പ്രതിപക്ഷം പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഇവിടെ എന്തുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് മത്സരിക്കുന്നില്ല? എന്തിന് ഇദ്ദേഹം പറയുന്നു ഇവിടെ ഫണ്ടില്ലാത്തതിന്റെ കുഴപ്പം എന്താ? പാർട്ടിക്ക് പ്രവർത്തന ഫണ്ടില്ലാത്തത്? ഇവിടെ കിടന്ന പാവപ്പെട്ട ജനങ്ങൾ നികുതി കൊടുക്കണോ കോൺഗ്രസിന് വേണ്ടിയിട്ട്? സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഇവർ പറഞ്ഞു ഇവർക്ക് പ്രവർത്തന ഫണ്ടില്ല. ചോദ്യം എന്നോടാണല്ലോ. 2 കാര്യമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒന്ന്, എന്തുകൊണ്ട് ഇവിടെ ഒന്നിച്ച് മത്സരിക്കുന്നില്ല? കേക്കൂ സാർ, ഇന്ത്യ മുന്നണി യോഗത്തിന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഇതുവരെ CPM പ്രതിനിധി അയച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയാണെന്ന് അവർ പറയുന്നതല്ലാതെ ഞങ്ങൾക്കറിയില്ല. 2 കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. 2, ഇന്ത്യ മുന്നണി നടത്തിയ, അങ്ങൊരു BJP അനുഭാവിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യ മുന്നണി നടത്തിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് ഇന്ത്യയിൽ അത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയാണ്. ജോഡോ യാത്രയുടെ അവസാനത്തെ വേദിയിലേക്ക് CPM-നെ ക്ഷണിച്ചു. ഇവർ പോകണ്ടെന്ന് പറഞ്ഞു. സീതാറാം യെച്ചൂരി പാർട്ടി ഓഫീസിൽ കയറിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർ മുന്നണിയിലുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് അവരുമായി ചിലപ്പോൾ ഞങ്ങൾ മത്സരിച്ചെന്ന് വരും. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങ് ചോദിച്ചത് എന്താണ്, കോൺഗ്രസിന് നിങ്ങൾ ടാക്സ് ഈ 10 വർഷത്തെ മോദി ഭരണത്തിലൂടെ ഇന്ത്യ ജനത്തിന് മുഴുവൻ സമ്മാനിച്ചത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഒരുപോലെയാക്കി എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ സാധിച്ചത്. അതുപോലെ തന്നെ പാചകവാതകത്തിന്റെ വില 440 രൂപയിലധികം പാചകവാതകത്തിന് വില ഉണ്ടായിരുന്നു. ഇപ്പം 1100-ലധികമാണ്. സബ്സിഡി മുഴുവൻ റദ്ദാക്കി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇന്ത്യ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ, നിങ്ങൾ നൽകിയ ഒരു വാഗ്ദാനങ്ങൾ പോലും നിങ്ങൾ പാലിക്കാതെ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കൊറോണ എന്ന് പറയുന്ന ഭയാനകമായ ഒരു വിപത്ത് ഇന്ത്യയിൽ ഒന്നടങ്കം ബാധിച്ചപ്പോൾ പാത്രം കൊട്ടിക്കൊണ്ട് ഗോ ബാക്ക് കൊറോണ എന്ന് പറയുന്നതല്ല ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. അതിനിവിടെ പ്രതിരോധമാണ്. വാക്സിൻ കൊടുത്തു സാറേ, ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുത്തു സാറേ. നിങ്ങൾ അറിഞ്ഞില്ലയോ? ഫ്രീ ആയിട്ട് നിങ്ങളും വാക്സിൻ വാങ്ങിയില്ലേ? ഏത് രാജ്യം വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്തു? കൊറോണ കാലത്ത് ഏത് രാജ്യമാണ് ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുത്തത്? പറയൂ, നിങ്ങൾ പറയൂ. ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുത്ത ഒരു രാജ്യത്തിന്റെ പേര് പറ.
ഫ്രീ ആയിട്ട് പറയണോ? ഫ്രീ ആയിട്ട് കൊടുത്ത എവിടെ ഒന്നുമില്ലത് ആവശ്യം പോലെ ജൻധൻ അക്കൗണ്ട് തുടങ്ങുവാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവനെ എല്ലാം കുഴിയിൽ ചാടിക്കുവാൻ പോകുവാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ രണ്ട് മുന്നണികളും ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ മുഴുവൻ ആൾക്കാർക്കും മറ്റൊരു ആനുകൂല്യവും കിട്ടുന്നില്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാർക്ക് 500 എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം 1500 രൂപ കൊറോണ കാലത്ത് അവരുടെ അക്കൗണ്ടിൽ ജൻധനിലൂടെ ഈ കോൺഗ്രസ് ഭരിച്ചു മുടിച്ചൊരു ഒരു ദേശത്തിന്റെ കടവയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്താ എന്റെ പൊന്നു സാറ്, നിങ്ങളിപ്പോ എന്തിനാ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടത്തില്ല. പാചകവാതകത്തിന്റെയും പെട്രോളിന്റെയും വില നിങ്ങളില്ലേ ടാക്സ് വാങ്ങിക്കുന്നത്? എടാ ഒരു 2 രൂപ കുറച്ച ഉടനെ ഇവിടെ ടാക്സ് കൂട്ടുക, ഇവിടെ സെസ് കൂട്ടും. Goda, co-presented by Berger Paints, 100 years of trust. And ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold-ന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. Goda, co-presented by Berger Paints, 100 years of trust. And ICL Fincorp. ICL Fincorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold-ന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ചോദ്യം കോൺഗ്രസിന്റെ പ്രതിയോട്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ ജനമാണ് നമ്മളെല്ലാം. ഇത്രയും വലിയ ആനുകാലിക രാഷ്ട്രീയത ഏറ്റവും വലിയൊരു ബില്ല് ഈ പ്രാവശ്യം BJP സർക്കാർ അവതരിപ്പിച്ചു, പൗരത്വ ഭേദഗതി ബില്ല്. അതിനെതിരെ നമ്മുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും എംപിമാരോ എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ അതറിയാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇത്രയും മതന്യൂനപക്ഷങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുക, അവരുടെ ഇടയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് BJP സർക്കാർ പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ സുഹൃത്തെ? വായിച്ചിട്ടുണ്ട്. മുസ്ലിം ജനവിഭാഗത്തെ അവരുടെ ഇടയിൽ സ്പ്ലിറ്റ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ ബില്ലിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കാൻ പോയത് അതിനെതിരെ നമ്മുടെ എംപിയോ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതികളോ അവിടെ നിൽക്കുന്ന എംപിമാരോ ആ ബില്ലിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടില്ല. ഉത്തരം പറഞ്ഞോട്ടെ. CAA-യുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് അതിനെ എതിർത്ത് സംസാരിച്ച എംപിയുടെ പേര് ഡോക്ടർ ശശി തരൂർ എന്നാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അദ്ദേഹത്തിന്റെ AM ആരിഫ് അവിടെ നിന്ന് പറഞ്ഞത് എവിടെ പറഞ്ഞു? AM ആരിഫ് അവിടെ ഇല്ല. ഒരു വീഡിയോ കാണിക്കാം. വൺ വീഡിയോ ഞാൻ കാണിക്കാം. ഇല്ല, ആൾക്കൂട്ടമല്ല തെളിവാണ്. ആൾക്കൂട്ടമല്ല തെളിവാണ്. ഞാൻ വീഡിയോ കാണിക്കാം. ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ ചർച്ച വിട്ടു പോകുന്നതിന് മുമ്പ് ഡോക്ടർ തരൂരിന്റെയും ആന്റണിയുടെയും അടക്കം ആരിഫിന്റെ ഒരു പ്രസംഗം, ആരിഫ് കഴിവുയർത്തുന്ന ഒരു വീഡിയോ. പോട്ടെ CAA ചർച്ച നടത്തുമ്പോ നിങ്ങളുടെ ആരിഫ് തല ചൊറിയാൻ ഒരു കൈ ഉയർത്തുന്ന ഈ ചർച്ച ഡോക്ടർ തരൂരാണ്. എവിടെ ഡോക്ടർ തരൂരാണ്. പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെ അറിയത്തില്ല എന്ത് പറയാനാണ്? പാർലമെന്റ് അംഗമായ അദ്ദേഹത്തിനാണ് ഉത്തരം. ഞാൻ പറഞ്ഞല്ലോ, ആൾക്കൂട്ടമല്ല, എന്റെ കയ്യിലുള്ളത് തെളിവാണ്. ആന്റണി പത്തനംതിട്ട പ്രസ് ക്ലബിൽ വെച്ച് പറഞ്ഞത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു ഞാൻ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു പറഞ്ഞോട്ടെ. ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിട്ട ഒരാൾ ഞാനാണ്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അനിയന്തിര സാധാരണമായ അദ്ദേഹം ഇടപെടുകയാണ്. നോക്കൂ, ശ്രീ രഞ്ജിത്തിന് നല്ലപോലെ അറിയാം. ഞാൻ ഒരു 7 വർഷമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന. ഇടപെടാനാണ് തീരുമാനമെങ്കിൽ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുന്ന ആളല്ല ഞാൻ. ഇടപെട്ട് തന്നെ പോവുകയുള്ളൂ. അത് മനസ്സിലാക്കൂ. 2,
അദ്ദേഹമാണ് ആ ചേട്ടനാണ് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ ചേട്ടനാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. അദ്ദേഹം CPM-ന്റെയോ BJP-യുടെയോ സാധാരണക്കാരനായ പ്രതിനിധിയാണെങ്കിലും അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദം, ആ ബില്ലിനെ എതിർത്ത് സംസാരിച്ച ഒന്നാമത്തെ നേതാവ്, കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പോടുകൂടി അധിർ രഞ്ജൻ ചൌധരി കൊടുത്ത വിപ്പോടുകൂടി സംസാരിച്ച ആളുടെ പേര് ഡോക്ടർ ശശി തരൂർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എടുത്താൽ ആ വീഡിയോ അങ്ങേക്ക് കിട്ടും. ബാക്കി എല്ലാ നേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നു ആരിഫ് സംസാരിച്ചു എന്ന്. നിങ്ങളും അങ്ങനെ ആയിരിക്കും പറയാം. എനിക്കത് കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചോളാം. തൊഴിലില്ലായ്മ 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു വർഷം 2 കോടി എത്ര പേർക്ക് കൊടുത്തു? ഇപ്പോൾ ഞാനൊരു കേന്ദ്ര സർവീസ് പെൻഷനായ ആളാണ്. ഇപ്പൊ 20 കോടി ആൾക്കാർ ഇപ്പം തൊഴിലില്ലാതെ നടക്കുകയാണ്. 20 പേർക്ക് തൊഴിലില്ലാതെ ഉത്തരം വരട്ടെ. അതിനുശേഷം ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. പറഞ്ഞോളൂ. എല്ലാവരും ചോദിക്കും, ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. 15 ലക്ഷം രൂപ ആരുടെയും അക്കൗണ്ടിലേക്ക് തരും എന്ന് NDAയോ NDAയുടെ നേതാക്കന്മാരോ പറഞ്ഞിട്ടേയില്ല. അങ്ങനെ വെറുതെ പറഞ്ഞിട്ടില്ല. ശരി, ന്യൂസ് 8-ന്റെ ആൾ പറയട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പറയൂ, നിങ്ങൾ പറയൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ന്യൂസ് 8-ന്റെ ആൾ പറയട്ടെ. നിങ്ങൾ പത്രപ്രവർത്തകരാണല്ലോ, പറയൂ. നിങ്ങൾ പറയൂ, മാധ്യമ പ്രവർത്തകർ എന്നതിൽ പറയൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും NDAക്കെതിരാ. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും NDAക്കെതിരാ. എന്നാൽ ആ മാധ്യമങ്ങൾ എന്ന് പറയട്ടെ 15 ലക്ഷം രൂപ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ ഈ കള്ളപ്രചരണം നടത്തിയാലൊന്നും ഈ കാര്യങ്ങളൊന്നും വിലപ്പോവില്ല സാർ. ഈ കാര്യങ്ങൾ വിലപ്പോകില്ല. മറ്റൊരു കാര്യം പറയാനുള്ള, നിങ്ങൾ പറയും നോട്ട് നിരോധനം സമയത്ത് നിങ്ങൾ ഭരിക്കുന്ന നോട്ട് നിരോധന സമയത്ത് നിങ്ങളുടെ സഹകരണ ബാങ്കിലൂടെ എത്ര കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ പേരിലാണ് ഇന്ന് ED അന്വേഷണം നിങ്ങൾ നേരിടുന്നത്. കരിവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിങ്ങൾ ED അന്വേഷണം നേരിടുന്നത് അതിന്റെ പേരിലാണ്. നിങ്ങളുടെ സഖാക്കന്മാര് എത്ര കോടി രൂപയുടെ കള്ളപ്പണമാണ് വെളുപ്പിച്ചതെന്ന് അറിയാമോ? പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് എല്ലാത്തിനുമുള്ള സ്റ്റേറ്റ് കേരളമാണ്. ബിൽഡിംഗ് ടാക്സ്, പെർമിറ്റ്, അതുപോലെ തന്നെ കംപ്ലീഷൻ, ഭൂനികുതി, എല്ലാ ടാക്സും ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കേരളത്തിലുള്ള അത്രയും റേറ്റ് വേറെ എങ്ങുമില്ല. ഇത്രയും കൂടുതൽ നികുതി വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കടക്കണിയിൽപ്പെട്ട് നിൽക്കുന്നത്. ഈ കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം പല പ്രാവശ്യമായി പല പ്രാവശ്യമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചപ്പോൾ അതിന്റെ ഉത്തരത്തിലേക്കാണ് ചോദ്യത്തിന് ഉത്തരം. ഇതിന്റെ ഇടയ്ക്ക് ഒരു തമാശ പറയുകയാണ്. ഞാൻ എന്റെ വാചകങ്ങളല്ല. തെരഞ്ഞെടുപ്പ് 2010 ആദ്യം BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ BJP ഈ 15 ലക്ഷത്തിന്റെ വാഗ്ദാനത്തെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയോട് ചോദിച്ചപ്പോ തെരഞ്ഞെടുപ്പിന് പറയുന്ന വാഗ്ദാനം എല്ലാം നടപ്പാക്കാനാണ് ഇവിടെ ഞാന് പിന്നെ LDF UDF സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങൾ എന്നും ഒരു ഇതുപോലെ ചർച്ചകൾ നിങ്ങൾ പറയുന്ന 15 ലക്ഷം രൂപ മോദി സർക്കാർ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു എന്നാ. അങ്ങനെ മോദി സർക്കാർ എവിടെ പറഞ്ഞതാ നിങ്ങൾ പറയുന്നേ? അതിന് ഞാൻ മറുപടി പറയാം. 67 വർഷം UPA സർക്കാർ ഭരിച്ചു. 67 വർഷം UPA സർക്കാർ ഭരിച്ചു. ആ ഭരിച്ച സമയത്ത് ഇന്ത്യയെ കടക്കണിയിലാക്കിയപ്പോൾ ആ പണം വെട്ടിച്ച പണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പണം വിട്ടുപോയോ? വാജ്പേയിയെ വിട്ടുപോയോ? നിങ്ങളുടെ ആളല്ലേ? വാജ്പേയി 67 കണക്ക് വാജ്പേയിയെ വിട്ടോ? വാജ്പേയിയെ വേണ്ടേ? പാവം മനുഷ്യനാണ്. 50 വർഷം ഉണ്ടല്ലോ സാറേ. 50 വർഷം ഉണ്ടോ UPA സർക്കാർ? എന്നാ അതിന് മറുപടി സാറ് പറ. 15 ലക്ഷം രൂപ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ കൊടുക്കാമെന്നല്ല പറഞ്ഞിരുന്നേ. 15 ലക്ഷം രൂപ ഓരോ പൗരന്റെ അക്കൗണ്ടിൽ കൊടുക്കാൻ ഉണ്ടായിരുന്നേനെമായിരുന്നു എന്നാ പറഞ്ഞ്. UPA സർക്കാർ ഭരിച്ച കടക്കണിയാക്കി. ഒരു ചോദ്യം മറുപടി പറയാനുണ്ട് സാറിനോട്. പറയട്ടെ, നിങ്ങൾ ഗ്യാസിന്റെ വില വർധനവ് അല്ലെങ്കിൽ ഡീസലിന്റെ വില വർധനവ് എന്നും പറയുന്നുണ്ടല്ലോ, ശരിയല്ലേ പറയുന്നേ? നിങ്ങൾ 480 രൂപ UPA സർക്കാർ ഭരിച്ചപ്പോ 480 രൂപയായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഗ്യാസിന് 1100 എന്ന് പറഞ്ഞു. എങ്ങനെ നികുതി കൂട്ടാതിരിക്കും? എന്തുകൊണ്ടാ കാരണം? ഇവിടെ 50 വർഷം ഭരിച്ചു മുടിച്ച കടക്കണിയില്ലേ? ആ കടം വീട്ടണ്ടേ? ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇത്
ചേച്ചി മേഡം ഞാൻ ഉത്തരം പറയാം 3 ചോദ്യങ്ങളാണ്. അല്ല ആ 3 ഉത്തരം പറയാം. അല്ല ഒരു മിനിറ്റ് സഹോദരൻ, 3 ചോദ്യങ്ങൾ ഉത്തരം പറയാം. ഒന്ന് അദ്ദേഹം ചോദിച്ചു, ആദ്യം CPM-നോട് ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. 15 ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്തിക്കുമെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദി നാഗ്പൂർ ആസ്ഥാനത്ത് നടക്കുന്ന റാലിയിൽ സംസാരിച്ചത് 15 ലക്ഷം വീതം അക്കൗണ്ടിൽ എത്തിക്കുമെന്നല്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വിസ് ബാങ്കിൽ കള്ളപ്പണം കൊണ്ടുപോയിട്ടിരിക്കുന്നു രാജ്യത്തെ കള്ളന്മാർ, അതിവിടെ എത്തിച്ചാൽ 15 ലക്ഷം വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കാനുണ്ട്. അതിനോട് ചേർത്ത് ഇപ്പൊ ഹിന്ദി പ്രസംഗം കിട്ടുമല്ലോ, അതിനോട് ഹിന്ദി അറിയാമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്ത് നട്ടലുള്ള ഒരാൾ ഭരണം ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും. അമിത്ഷാ അതിന്റെ പിറ്റേ ദിവസം നടക്കുന്ന റാലിയിൽ പറയുന്നു, നോക്കൂ രാജ്യം ഭരിക്കാൻ ആണൊരുത്തൻ വന്നാൽ, അതാണ് അമിത്ഷായുടെ വാക്ക്, ഹിന്ദിയുടെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ്, രാജ്യം ഭരിക്കാൻ ആണൊരുത്തൻ വന്നാൽ ഈ 15 ലക്ഷം എത്തും. അപ്പോൾ അവരുടെ വാക്കുകൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ പറയുന്ന പോലെ ആർജവമുള്ള ഒരു നേതാവല്ല 10 വർഷം ഭരിച്ചെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ സാധാരണ രണ്ടാമത്തെ ചോദ്യം അവരൊരു സ്ത്രീയല്ലേ, അവരെ LPG-യുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചില്ല, അതിന് ഉത്തരം പറയാതെ എങ്ങനെ പോകുന്നേ? ചേച്ചി പറഞ്ഞത്, മേഡം പറഞ്ഞ എത്രയാ, 400 രൂപയായിരുന്നു UPA ഭരിക്കുമ്പോ. പോട്ടെ 500 കൂട്ടിക്കോ, 20 രൂപ പോട്ടെ. നിങ്ങൾ പറയുന്നത് ഇതാ ഞങ്ങൾ 1200 ആക്കി, ഇലക്ഷൻ പ്രഖ്യാപിച്ച് നിങ്ങൾ 800 സംതിങ് രൂപയാക്കി, നല്ല കാര്യം. അപ്പോ മേഡം ചോദിച്ചൊരു കാര്യമുണ്ട്, ലക്ഷക്കണക്കിന് കോടി രൂപ 50 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ കടം, അത് വീട്ടണ്ടേ? വീട്ടിയോ ചേച്ചി? ഇല്ല, വീട്ടില്ല. കേക്ക് നാഷണൽ 108% വർധനമാണ് 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ പൊതുകടത്തിൽ ഉണ്ടായെന്ന് പറയുന്നത് വസന്ത് തെങ്ങുംപള്ളി അല്ല, കോൺഗ്രസ് അല്ല, നിങ്ങളുടെ തന്നെ ഏജൻസികളാണ്, നാഷണൽ ഏജൻസികൾ. CANDAGയുടെ റിപ്പോർട്ടുണ്ട് 108% വർധനവ്. ആ വർധനവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ പിടിച്ചു വെച്ച 800 രൂപയാക്കിയ പൈസ എവിടെയാ? രണ്ടാമത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, BJP-ക്കാർ എന്താ, കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ UPA ഗവൺമെന്റ് ആണ് പെട്രോളിന്റെ വില എടുത്തു കളഞ്ഞത്, സെസ് എടുത്തു കളഞ്ഞ് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അനുപാതികമായി പെട്രോൾ വില തീരുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇവരുടെ ടാക്സ് അടക്കം കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിലും ഇന്ന് ഞാനിപ്പോ ഞാൻ പെട്രോൾ അതടക്കം കൂട്ടിയാലും ഞാൻ ഇന്ന് പെട്രോൾ അടിക്കേണ്ടത് ക്രൂഡ് ഓയിൽ വില പ്രകാരമാണെങ്കിൽ ഇന്ന് 60 രൂപയ്ക്കാണ് ഞാൻ, പക്ഷെ ഇന്ന് അടിച്ചത് 107 രൂപയ്ക്കാണ്. അതിൽ ഇവരെ ഒരു 10 രൂപ 12 രൂപ നിങ്ങൾ പറയുന്ന ടാക്സ് ഉണ്ട്, അത് നമുക്ക് അവരെ. ചേച്ചിയുടെ ചോദ്യം ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പോട്ടെ നിങ്ങൾ 30-40 രൂപ ഊറ്റിയെടുക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് അത് കൊടുക്കത്തില്ലാത്തത്? അതിന് ഉത്തരവുണ്ടോ? പൊതുകടം 1.5 ലക്ഷം കോടി രൂപ പൊതുകടം വർദ്ധിപ്പിച്ച ഗവൺമെന്റാണ് എന്റെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഞാൻ നടത്തുകയാണ്. കാരണം ഇവരെത്ര ബഹളം ഉണ്ടാക്കിയാലും ചേച്ചി പറഞ്ഞ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. 2014 ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ലോകത്തിന്റെ സാമ്പത്തിക സൂചികയിൽ ആളോഹരി വരുമാനത്തിൽ 114ാമത്തെ സ്ഥാനമുണ്ടായിരുന്ന രാജ്യം ഇന്ന് 142ലേക്ക് താണിരിക്കുകയാണ്. പെട്രോളിന്റെ വില വർധനവിന്റെ അടിസ്ഥാന കാരണം പെട്രോളിന് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രത്യേക സെസ്സാണ്. ഇവിടെ പറഞ്ഞതുപോലെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു നിൽക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേക സെസ്, ആ പ്രത്യേക സെസ് കേന്ദ്രം പിൻവലിച്ചാൽ പെട്രോളിന്റെ വില സുരേന്ദ്രൻ ആഗ്രഹിച്ചതുപോലെയും നേരത്തെ ശോഭാ സുരേന്ദ്രൻ സമരം നടത്തിയ പോലെയും നിങ്ങൾ 1 ലിറ്റർ കുറയ്ക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശാന്തമായിട്ട് കേൾക്കൂ. 37 രൂപ സെസ് ഏർപ്പെടുത്തുമ്പോൾ ആ സെസ് കൊണ്ടാണ് പെട്രോളിന്റെ വില 106 എത്തുന്നത്. കേരളത്തിന്റെ 2 രൂപ കുറച്ചതുകൊണ്ട് പെട്രോളിന്റെ വില 104 കുറയൂ. നിങ്ങൾ വർദ്ധിപ്പിച്ച 39 രൂപ പ്രത്യേക സെസ് നിങ്ങൾ കുറയ്ക്കണം. രണ്ടാമത് നിങ്ങൾ ഒരു കാര്യം കൂടെ, കള്ളപ്പണം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നവരുടെ ഇപ്പോഴത്തെ ഗതി എന്താ? ഇന്നിപ്പോ BJP 6680 കോടി രൂപ
ഈ കാട്ടുകള്ളന്മാരിൽ നിന്നും ഇവിടുത്തെ അഴിമതിക്കാരിൽ നിന്നും ഇലക്ട്രൽ ബോണ്ടിലൂടെ പറ്റിയൊരു പാർട്ടിയാണ് ഈ ചേച്ചിയെ പോലുള്ള ആളുകളെ കള്ളപ്പണം അഴിമതിയിലൂടെ വാങ്ങിയ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ ചേച്ചിയെ പോലുള്ളവർ വാദിക്കുന്നത്. ഒന്ന് കോൺഗ്രസിനുള്ള മറുപടിയും ഒന്ന് LDF-നോടുള്ള ചോദ്യവും. ഒരു വാദഗതി അദ്ദേഹം ആദ്യം പറഞ്ഞു ഇൻകം ടാക്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, കോൺഗ്രസ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് മരവിപ്പിച്ചത്? 115 കോടി കോൺഗ്രസ് അക്കൗണ്ടിൽ മരവിപ്പിച്ചതിന് കാരണം 250 കോടിയുടെ ടാക്സ് വെട്ടിച്ചതിനാണ്. ഇവര് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. എന്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളിയത്? അത് നിങ്ങൾക്കുള്ളൊരു മറുപടിയാണ്. ഇപ്പൊ നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ടാക്സ് അതുപോലെ നിങ്ങൾ പറഞ്ഞ ന്യായീകരണം എന്ന് വെച്ചാൽ MP-മാർ നൽകിയ സംഭാവനയാണ്. സംഭാവന വിവരങ്ങൾ മറച്ചു വെച്ചതാണ് പ്രഥമ കുറ്റം. പിന്നെ LDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, മസാല ബോണ്ട് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ED 7 തവണയാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യും എന്ന് ചോദിക്കാൻ സമ്മതിക്കും. നിങ്ങൾ സഹിഷ്ണുതയുള്ള ആൾക്കാരില്ലേ? നിങ്ങൾ സഹിഷ്ണുത ആൾക്കാരെ ചോദിക്കാൻ സമ്മതിക്കും. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? ED 7 തവണയാണ് വിളിപ്പിച്ചത്. ഒരു തവണയെ പോലും ഹാജരാവാൻ അദ്ദേഹം തയ്യാറായില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്ത, ഈ വോട്ടെടുപ്പിന് അന്ന് അദ്ദേഹം ഹാജരാകാൻ വേണ്ടി ED വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ന്യായീകരണം, ഇതിലെനിക്ക് ബന്ധമില്ല, ഇതിലെനിക്ക് ഈ കിഫ്ബിയിലെ ധനമന്ത്രി സ്ഥാനത്തൊന്നും ഞാൻ രാജിവെച്ചാൽ അല്ലെങ്കിൽ എന്റെ ഊഴം കഴിഞ്ഞതാണ് എന്നൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ധനമന്ത്രിയായിരിക്കുന്ന 2017 ബജറ്റിലാണ് കിഫ്ബി എന്ന് പറഞ്ഞ ഒരു ആശയം വന്നത്. അതുപോലെ തന്നെ മസാല ബോണ്ട് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അദ്ദേഹത്തിന് നിർണായകമായ റോളുണ്ട്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ അന്നത്തെ ധനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായ അറിവും പങ്കാളിത്തം ഉണ്ടായിട്ടും അദ്ദേഹം നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത്. ആ ചോദ്യം ചോദിച്ചത് നന്നായി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരളത്തിന് ഒരു പണവും തരാതെ കേന്ദ്ര ഗവൺമെന്റ് അധികാരങ്ങളെല്ലാം കവർന്നെടുത്തപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2014 ഗവൺമെന്റ് കേരളത്തിന് വികസനത്തിന് വേണ്ടി 3 മാർഗങ്ങളിലാണ് നമുക്ക് പണം വരുന്നത്. ഒന്ന്, നമുക്ക് ബഡ്ജറ്റ് വഴിയുള്ള പണം, നികുതി വഴി കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഗ്രാന്റ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വിഭവ സമാഹരണത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ കാണുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് പ്രത്യേകമായി കൊണ്ടുവന്ന ഒരു സംരംഭമാണ് കിഫ്ബി. കിഫ്ബി തുടങ്ങി അങ്ങനെ പണം ശേഖരിക്കാനുള്ള അനുവാദം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ നിയമങ്ങളുടെയും അധികാരത്തിന്റെ വ്യവസ്ഥകൾക്കകത്ത് നിന്നിട്ടാണ് കിഫ്ബി തുടങ്ങിയത്. ആ കിഫ്ബി തുടങ്ങിയതിന്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിൽ കാണുന്ന ഇതുപോലെ സുഹൃത്തെ പറയുന്ന ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീട് വെച്ചാൽ കല്ലിട്ടതിന് അന്ന് രാവിലെ തന്നെ വീട്ടിൽ കയറി താമസിക്കും. ഞാൻ ചോദിക്കുന്നത് വീട് വെച്ചാൽ താമസിക്കാൻ പറ്റുമോ? ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് റോഡിന്റെ പണി, എങ്ങനെയാണ് പാലങ്ങളുടെ പണി, എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് ഈ സർക്കാർ അത് കണ്ടിട്ട് പറയട്ടെ. സ്നേഹിത, ഒന്ന് ശരിയായിട്ടുള്ള വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 8,500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കിഫ്ബിയിലൂടെ നടന്നിട്ടുണ്ട്. നമ്മുടെ കൊടുമൺ സ്റ്റേഡിയം അടക്കം ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ അടക്കം എല്ലാം നടന്നിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ പണം സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ കടലാസിൽ കുറിച്ചിടുകയല്ല. എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈനിലൂടെയാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പാസ്വേഡുകളും ഇതിന്റെ വിവരങ്ങളുമെല്ലാം എല്ലാ ഏജൻസികളും മാറിയും കയറിയും പരിശോധിച്ചിട്ടുള്ളതാണ്. മസാല ബോണ്ടിലൂടെ പണം വാങ്ങിച്ചതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മണി ലോണ്ടറിംഗ് നടന്നു എന്ന് തോമസ് ഐസക്കിനെതിരായിട്ട് EDയും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല, മറ്റാരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചത്, കിഫ്ബിയോട് ചോദിക്കേണ്ട ചോദ്യം എന്തിന് നിങ്ങൾ തോമസ് ഐസക്കിനോട് ചോദിക്കുന്നു? കിഫ്ബി എല്ലാ വിവരങ്ങളും തന്നിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് അതുകൊണ്ടാണ് ചോദിച്ചത്. തോമസ് ഐസക് പറഞ്ഞ വ്യക്തിയോടല്ല ചോദിച്ചത്. എന്തിനാണ് ചെയർമാൻ എന്നെ പറയാൻ സമ്മതിക്കൂ. എന്തിനാണ് നിങ്ങൾ തോമസ് ഐസക്കിന്റെ പുറകെ നടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ? കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിയുടെ അനുമതി ഇല്ലാതെ ED ഒരു നോട്ടീസ് കൊടുത്താലും നിങ്ങൾ പോകേണ്ടതില്ല. ബഹുമാനപ്പെട്ട കോടതിയിലാണ് തോമസ് ഐസക്ക് പോയിരിക്കുന്നത്. കോടതി പറഞ്ഞാൽ തോമസ് ഐസക്ക് പോകേണ്ടതാണെങ്കിൽ പോകും. പക്ഷെ തോമസ് ഐസക്കിനെ മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ ദിവസം പ്രഫുൽ പട്ടേൽ ഏറ്റവും വലിയ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങൾ കേസിൽ പ്രതിയാക്കി? ഇന്നലെ CBI പ്രഫുൽ പട്ടേലിനെ NCP നേതാവിനെ കുറ്റവിമുക്തനാക്കി.
BJPയുടെ കൂടെ അടിമണിഞ്ഞ് തിന്നാൽ അവരുടെ കൂടെ കൂടിയാൽ ഏത് അഴിമതിക്കാരനെയും സംരക്ഷിക്കാമെന്നല്ലേ നിങ്ങളുടെ നിലപാട്? ആ നിലപാട് അംഗീകരിക്കാൻ പറ്റും. ഇവിടെ തോമസ് ഐസക് കുറ്റക്കാരനല്ല എന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ ജനങ്ങൾ തെളിയിക്കും. നിങ്ങൾ ഔദാര്യമായിട്ട് ആവശ്യമില്ല. ഒരു EDയുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നവുമില്ല. തോമസ് ഐസക് ഇവിടെ ജയിക്കുകയും ചെയ്യും. ഞാൻ ഈ ചർച്ചയിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനാണ്. അദ്ദേഹം ചോദിച്ചെന്താണ്, ഇൻകം ടാക്സ് നിങ്ങൾ റിട്ടേൺസ് തട്ടിപ്പ് നടത്തി. സാർ, തട്ടിപ്പ് നടത്താൻ പറ്റില്ല. കാര്യം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. അതുകൊണ്ട് തന്നെ അല്ല, കേൾക്കുന്നേ ജനത്തിനെതിരേക്ക് ഞങ്ങൾ എങ്ങനെയാ കോടതി പോകുന്നത്? കേക്ക് പറയട്ടെ. അല്ല, ഞാൻ അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് സമയം എടുക്കുന്നത്. കേക്ക്, സ്വാഭാവികമായും അടയ്ക്കേണ്ടാത്ത ഒരു നികുതിയിൽ തട്ടിപ്പ് നടത്താൻ പറ്റില്ല. അതൊരു ബേസിക് വിവരമാണ്. അത് അങ്ങ് മനസ്സിലാക്കുക. രണ്ടാമതായി അതിൽ പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത്, അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, BJP അടക്കം കോൺഗ്രസ് അടക്കം റിട്ടേൺസ് ഫയൽ ചെയ്യണമായിരുന്നു. റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല. നിങ്ങളും ചെയ്തിട്ടില്ല. നിങ്ങൾക്കെതിരെ എന്താ നിയമ നടപടിയില്ലാത്തത്? കോൺഗ്രസിനോട് 2000 കോടിയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യാത്തതിന് 1800 കോടി രൂപയുടെ പിഴയോ 80% പിഴയോ ഈ സംസ്ഥാനത്ത്? പിന്നെ അങ്ങ് ചോദിച്ചില്ലേ ഡൽഹി നിങ്ങളെ പ്രതിനിധിയില്ലേ? ഞാൻ അദ്ദേഹത്തിന് ഉത്തരം പറയട്ടെ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. 2018-19, 2021-23 ഈ കാലഘട്ടത്തിലാണ്, അല്ലാതെ ഈ 2 മാസത്തെ അല്ല. ഉത്തരം പറയട്ടെ. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഡൽഹി ഹൈക്കോടതി പോയില്ലേ? ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തള്ളിക്കളഞ്ഞില്ലേ? സാർ, സൂറത്ത് കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വിധി വന്ന് 3 മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിച്ച സൂറത്ത് കോടതിയുടെ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി. അതായത് ഞാനും ഒരു അഭിഭാഷകനാ. അല്ല, നിക്ക് പറയട്ടെ. ഞാനും ഒരു അഭിഭാഷകനാ. പക്ഷെ ഈ രാജ്യത്തെ പല കോടതികളിലും ബെഞ്ച് സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ട്. പറയുന്നത് ഞാനല്ല, മുൻ സുപ്രീം കോടതി ജഡ്ജിമാരടക്കം അത് പറഞ്ഞുകൊണ്ട് വെളി വന്നില്ലേ? നിങ്ങൾക്ക് അനുചിതരായി നിന്നാൽ, നിങ്ങൾക്ക് വേണ്ടി വിധികൾ പ്രഖ്യാപിച്ചാൽ അതിനെല്ലാം നിങ്ങൾ പ്രമോഷൻ കൊടുക്കുന്ന സംസ്ഥാന രാജ്യമായി മാറിയത് കോടതി. എല്ലാ കോടതികളെയും വിശ്വാസമില്ല. Goda, co-presented by Berger Paints, 100 years of trust. And ICL FinCorp. ICL FinCorp, the intelligent choice. Co-powered by Chungat Jewelry. Chungat Jewelry lightweight gold in the 8th പുതിയ collection.